മെലഡിയെ പ്രണയിച്ച സംഗീത ശില്പിയായിരുന്നു കണ്ണൂർ രാജൻ. അപാരമായ പ്രതിഭയുണ്ടായിരുന്നിട്ടും സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. സ്വന്തം പാട്ടുകൾ മറ്റുള്ളവരുടെ പേരിൽ പുറത്തിറങ്ങുന്നത് പോലും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. മിസ്റ്റർ കേരളയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. പല്ലവി, അഭിനന്ദനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അദ്ദേഹത്തിനൊരു വലിയ ബ്രേക്കായി. ഭാവഗീതങ്ങളായിരുന്നു കണ്ണൂർ രാജൻ്റെ ശക്തി. എന്നാൽ പശ്ചാത്തല വാദ്യവിന്യാസത്തിലും പുതുമകൾ പരീക്ഷിക്കാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അഭിനന്ദനം എന്ന ചിത്രത്തിൽ ദാസേട്ടൻ മനോഹരമാക്കിയ ചന്ദ്രനും താരകളും ചന്ദ്രനും താരകളും കിളിത്തട്ടു കളിക്കും സുന്ദര നീലാംബരം സുന്ദര നീലാംബരം സുന്ദര നീലാംബരം കരയിലും കടലിലും കാമുക മനസ്സിലും കളിവിളക്കെത്തിക്കും പൊന്നമ്പലം ചന്ദ്രനും താരകളും കിളിത്തട്ടു കളിക്കും സുന്ദര നീലാംബരം സുന്ദര നീലാംബരം സുന്ദര നീലാംബരം പഞ്ചമി വിളക്കിൻ്റെ മുന്നിലൻ ഈണങ്ങളെ ഞാനുറക്കാനോ ഈ മീന പഞ്ചമി വിളക്കിൻ്റെ മുന്നിലൻ ഈണങ്ങളെ ഞാനുറക്കാനോ ഉലകങ്ങളായി രക്തം കുളിരുന്ന കരളിലെ പൂമൊട്ടുകൾ നുള്ളിയെറിയാനോ ചന്ദ്രനും താരകളും കിളിത്തട്ടു കളിക്കും സുന്ദര നീലാംബരം സുന്ദര നീലാംബരം സുന്ദര നീലാംബരം രാഗമഞ്ജുഷ നിറയ്ക്കുന്ന പൂവുകൾ മാല്യങ്ങളായി നാം കൊരുത്തെങ്കിൽ ഈ രാഗമഞ്ജുഷ നിറയ്ക്കുന്ന പൂവുകൾ മാല്യങ്ങളായി നാം കൊരുത്തെങ്കിൽ ജന്മങ്ങളായൊന്നു കലരുവാൻ കൊതിക്കുമീ പൊൻവിള്ളികൾ തമ്മിൽ പുണർന്നെങ്കിൽ ചന്ദ്രനും താരകളും കിളിത്തട്ടു കളിക്കും സുന്ദര നീലാംബരം സുന്ദര നീലാംബരം സുന്ദര നീലാംബരം ആയിരത്തി 1970 പ്രദർശനത്തിനെത്തിയ മേരാ നാം ജോക്കർ രാജ് കപൂറിൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ചിത്രമായിരുന്നു. നിർമ്മാണം, സംവിധാനം, നായകവേഷം എന്നിവയെല്ലാം അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തത്. വലിയ മുതൽ മുടക്കിയെടുത്ത ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു. ശങ്കർ ജയകിഷന്മാർ അവസാനമായൊരു സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഈ ചിത്രത്തിന് വേണ്ടിയാണ്. 1971 ജയകിഷൻ്റെ മരണശേഷവും ശങ്കർ സംഗീത സംവിധാനം തുടർന്നു. മേരാ നാം ജോക്കർ എന്ന ചിത്രത്തിന് ശങ്കർ ജയകിഷന്മാർക്ക് മികച്ച സംഗീത സംവിധായകർക്കുള്ള ഫിലിംഫെയർ അവാർഡ് പോലും ലഭിച്ചു. മുകേഷിൻ്റെ ആത്മാവിൽ നിന്ന് ഊറി വരുന്ന ജാനേ കഹാ